ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്കോഡ സ്ലാവിയുടെ മോണ്ടി കാർലോ എഡിഷനായിട്ടാണ് വന്നിരിക്കുന്നത്. 1 ലിറ്റർ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 1 ലിറ്റർ കൂടാതെ നമുക്ക് 1.5 ലിറ്ററിൽ നമുക്ക് ഈ ഒരു മോണ്ടി കാർലോ എഡിഷൻ വരുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ മോണ്ടി കാർലോയുടെ ഈ ഒരു ഇന്നിപ്പോൾ വൈറ്റ് കളർ കോമ്പിനേഷനാണ്. വൈറ്റ് കൂടാതെ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ റെഡ് വരുന്നുണ്ട്. റെഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു മോണ്ടി കാർലോയിൽ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കളറാണ്. വൈറ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, വളരെ സ്പോർട്ടി ഫീലും തരുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നേക്കുന്നത് തന്നെയാണ്. അതായത് നോർമൽ സ്ലാവിയിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് ആണെങ്കിൽ അതെല്ലാം ആ ഒരു ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നമ്മുടെ ആ ഒരു ഐക്കണിക്കായിട്ടുള്ള ആ ഗ്രില്ലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തേക്കുന്ന കാണാം. സ്ലാറ്റുകളിലെല്ലാം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലൈൻ ഹെഡ് ലാംപ്സ് കൊടുത്തേക്കുന്നു. LED ആണ് വരുന്നത്. നമുക്ക് LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. DRLs കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ അതിന് താഴെ വന്നേക്കുന്ന ഈ ഒരു ഭാഗത്തെല്ലാം ഡീറ്റെയിൽ ചെയ്തേക്കുന്ന ആ ഭാഗത്തെല്ലാം നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വന്നേക്കുന്നത്. താഴെ നമുക്ക് ആ ഒരു ലിപ്പ് വന്നേക്കുന്നത് കാണാം. അവിടെയും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നു. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി ഫീൽ തന്നെ തരുന്നുണ്ട്. റൂഫ് നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നേക്കുന്നത് കാണാം. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് എന്ന് പറയാവുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു അലോവിലും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു. 16 ഇഞ്ചാണ് വരുന്നത്. 205, 55, R16 ആണ് ടയർ സൈസ് വരുന്നത്. നമുക്ക് കാലിപ്പർ നോർമൽ രീതിയിലാണ് എടുത്തത്. അതൊരു റെഡൊക്കെ കളർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനോ എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്ന ഫെൻഡറിൽ നമുക്ക് ആ ഒരു മോണ്ടി കാർലോ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്ന കാണാം. പിന്നെ നമ്മുടെ ആ ഒരു സൈഡ് മിററും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നു. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നു. ഇവിടെ നമുക്ക് ബി പില്ലറും ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഡാർക്ക് ക്രോം ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ആ ഒരു ഹാൻഡിൽസിലെല്ലാം കൊടുത്തേക്കുന്ന ആ ഒരു ഡാർക്ക് ക്രോം ഫിനിഷാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്ക് ബ്രേക്സ് വരുന്നില്ല, ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പോർട്ടി ഫീൽ തരുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു സ്പോയിലർ കൊടുത്തേക്കുന്നു, ലിപ് സ്പോയിലർ കൊടുത്തേക്കുന്നു. സ്കോഡ എന്നുള്ളതും ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തേക്കുന്നു. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തേക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നു. സ്ലാവിയ എന്നുള്ള ബാഡ്ജിങ്ങും അതെല്ലാം ബ്ലാക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. താഴെ നമുക്ക് ആ ഒരു എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. അതെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്ത് വന്നേക്കുന്നു. അതിൻ്റെ താഴെ ഒരു ഡിഫ്യൂസർ എലമെൻ്റ് ആയിട്ടുള്ള രീതിയിൽ വന്നേക്കുന്നു. ഡിഫ്യൂസർ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ക്രിസ്റ്റലൈൻ ആ ഒരു ടെയിൽ ലാമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ടെയിൽ ലാമ്പ് കൊടുത്തേക്കുന്നത്. നോർമൽ വേരിയൻ്റായിട്ട് നമുക്ക് നോക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ബൂട്ട് സ്പേസിലൊന്നും മാറ്റമൊന്നുമില്ല. യെസ്, അപ്പോൾ അത്രയാണ്. പിന്നെ D4 വരുന്നുണ്ട്. സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തേക്കുന്നു. മുകളിൽ ഷാർക്ക് ഫിൻ ആൻഡ് കൊടുത്തേക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റൂഫ് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷങ്ങളോടൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ മോണ്ടി കാർലോയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് ഇൻറ്റീരിയറിൽ വന്നു കഴിഞ്ഞാൽ. അത് ഏത് കളർ എടുത്താലും നമുക്ക് ഈ ഒരു ഫിനിഷ് തന്നെ ആയിരിക്കും ഇൻറ്റീരിയറിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ്, ബ്ലാക്ക്, പിന്നെ റെഡ് കളർ. ഇത് ഏത് ഇൻറ്റീരിയറിലെ തീം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ നമ്മൾ ഏത് എക്സ്റ്റീരിയർ കളർ ഏത് ചൂസ് ചെയ്താലും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഡാഷിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു റെഡ് ഫിനിഷ് കൊടുത്തേക്കുന്നതാണ്. നമുക്ക് ആ ഒരു AC വെൻറ്റിലേക്കും അത് കടന്ന് കയറിയിരിക്കുന്നത് കാണാൻ പറ്റും. 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻ്റ് ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 8 സ്പീക്കർ സിസ്റ്റം വിത്ത് സബ് വൂഫറാണ് നമുക്ക് വരുന്നത്. പിന്നെ ക്ലൈമട്രോണിക് AC വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ടച്ച് രീതിയിലാണ് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തേക്കുന്നു. 2 Type-C പോർട്ട് കൊടുത്തേക്കുന്നു. ഈ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് നമുക്ക് 2 സീറ്റ്സിനും. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ആംറസ്റ്റ് കൊടുത്തേക്കുന്നു. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നു. നമുക്ക് ഈ ഒരു ഫ്ലിപ്പ് ടൈപ്പ് കീ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പണിങ് കൊടുത്തേക്കുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടിൽറ്റും റീച്ചും ഉള്ള രീതിയിലുള്ള സ്റ്റിയറിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് കൊടുത്തേക്കുന്നത്. അവിടെ നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ക്ലസ്റ്ററാണ് കൊടുക്കുന്നത്. അവിടെ എല്ലാം നമുക്ക് ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ്, MD, സർവീസ്, ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ അറിയാൻ പറ്റും. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒരു ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് ആ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ഇതിൻ്റെ ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസ്, ടെലിഫോണിക് സ്വിച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിലൊരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണെന്നുള്ള എടുത്ത് പറയണം. നല്ല രസമുണ്ട്. പിന്നെ ബ്രേക്ക് പെഡൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു ക്ലച്ച് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടോർക്ക് കൺവേർട്ടർ ആണ്. 1 ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. 1.5 നമുക്കറിയാവുന്ന പോലെ DSG ഗിയർ ബോക്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രധാന അട്രാക്ഷനിലൊന്നാണ് നമ്മുടെ ഈ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്നുണ്ട്. നമുക്ക്
ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. പിന്നെ ഒരു ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ IRMU വരുന്നു. ഇവിടെയാണ് നമുക്ക് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ കൊടുത്തേക്കുന്നത്. നമ്മുടെ സൺ റൂഫിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, നല്ല വെയിലുണ്ട്, അതുകൊണ്ട് അടച്ചേക്കാം. പിന്നെ ഇവിടെ വാനിറ്റി മിറർ വരുന്നില്ല, ഇവിടെ വരുന്നുണ്ട് വാനിറ്റി മിറർ. സ്റ്റോറേജ് ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നു. ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ആംറസ്റ്റിൻ്റെ ഭാഗത്തും നമുക്ക് സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നതാണ്, റെഡ് സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെ കൊടുത്തേക്കുന്നത്. 2 ലിറ്ററും അതിൻ്റെ മേളിൽ വേണേലും വെക്കാവുന്ന തരത്തിലുള്ള സ്പേസ് അവിടെ കൊടുത്തേക്കുന്നതാണ്. അപ്പം ഫ്രണ്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് റിയർ സീറ്റിലെ വിശേഷങ്ങളോടൊന്ന് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഫ്ലാറ്റ് ഫ്ലോർ എന്നുള്ള രീതിയിൽ പറയാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ചെറിയ രീതിയിലുള്ളതൊന്ന് റേസ്ഡ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് 2 AC വെൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എയർ ഫ്ലോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 2 Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഹോൾഡ് ഒരു പൗച്ചൊക്കെ 2 സൈഡിൽ സീറ്റിൻ്റെ ബാക്കിൽ കൊടുത്തേക്കുന്നു. ഫയൽ പോക്കറ്റ്സ് കൊടുത്തേക്കുന്നു. പിന്നെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ കൊടുത്തേക്കുന്നു. 3 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. മോണ്ടി കാർലോ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ് ഇവിടെയൊക്കെ. പിന്നെ മൊത്തത്തിൽ ഈ ഒരു റൂഫും ഇതൊക്കെ എല്ലാം ഒരു ബ്ലാക്കാണ് ഫിനിഷ് വന്നേക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പുറത്തോട്ടുള്ള ഒരു ഫീലൊന്നും നമുക്ക് ഒട്ടും ക്രാംഡ് ആയിട്ടുള്ള ഫീലൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ആ ഒരു ഡ്രൈവ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ സ്ലാവിയയുടെ ഒരു ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കിലേക്ക് വന്ന 1 ലിറ്ററും വരുന്നുണ്ട്, 1.5 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് 1 ലിറ്ററാണ്. പിന്നെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 114 PS 178 Nm ടോർക്കുമാണ്. പിന്നെ ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമുക്കിത് മാനുവലി ഡ്രൈവ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ട്രാക്ഷൻ ഒരു ട്രാൻസ്മിഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിൽ അങ്ങനെ എങ്ങും അങ്ങനെ ലാഗൊന്നും വരുന്നില്ല. പിന്നെ സ്പോർട്സ് മോഡിലേക്കൊക്കെ ഇടുമ്പോൾ തന്നെ ആണെങ്കിലും വളരെ ക്വിക്കായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ DSG ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് നമുക്ക് ആ ഒരു സ്പോർട്സിലല്ല, നോർമൽ ഡ്രൈവിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ചെറിയ ഒരു തോന്നുന്നുള്ളതേ ഉള്ളൂ, വലുതായിട്ടില്ല. എന്നാലും നമ്മളൊരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണെന്ന് പറയത്തില്ല. അത്ര പഞ്ചിയായിട്ട് തന്നെ വെഹിക്കിൾ എടുത്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് ത്രോട്ടിൽ ചെയ്യുമ്പോൾ നല്ല ത്രോട്ടിൽ റെസ്പോൺസൊക്കെ വെഹിക്കിൾ തരുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊരു കംഫർട്ടാണെങ്കിലും സെഡാൻ ആയതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യം നല്ല കംഫർട്ട് നമുക്ക് വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു മാനുവറിറ്റി കിട്ടുന്നുണ്ട്. ചെറിയ റോഡ് സൈഡൊക്കെ എടുത്തിട്ട് പോകാനാണെങ്കിലും നല്ലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഓവറോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 എയർ ബാഗ്സ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജർ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 19.50 നമുക്ക് ഓൺ റോഡ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. നമ്മളിപ്പം ഈ ഓടിക്കുന്ന ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. പിന്നെ ചെറിയ അത്യാവശ്യം നമുക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ EVM സ്കോഡ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ നമ്മുടെ EVM സ്കോഡയുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മോണ്ടി കാർലോയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ സ്ലാവിയ മോണ്ടി കാർലോയെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.